മൈക്ക് മാറ്റും. മൈക്കടി മാറ്റണേ. അതായത് ഇപ്പോ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, അതും ഒരു നടപടിയും ഇനി ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കേസ് ചുമ്മാ പൂച്ച വയ്ക്കാന്നുള്ളതുള്ളൂ. അതല്ല വേണ്ടത്, നമുക്ക് അതിനൊരു ആക്ഷൻ വേണം. ആ ആക്ഷൻ നടന്നില്ലെങ്കിൽ നമുക്കൊരു മോണിറ്ററി പെറ്റീഷൻ കൊടുക്കണം. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ആ കേസ് അത് കോടതി മേൽനോട്ടം നടത്തി കേസ് ചാർജ് ചെയ്ത് അതിലെ നടത്തിപ്പ് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ മോണിറ്ററിംഗ് പെറ്റീഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. മുകേഷ് അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കിയ ആളാണ്. ജോയ്സ് ആണ് അദ്ദേഹം. നെൻഫ്രൈ ഫൗണ്ടേഷന്റെ ഒരാളാണ്. അക്ബർ അലി ഖാനാണ് അദ്ദേഹം. നമ്മുടെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് ഉള്ള ഇതാണ് അദ്ദേഹം. റഷീദാണ്. ഫൈസി ഇദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നാണ്. അഖിൽ ദേവ് ഇതേപോലെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ഒരു വ്യക്തിയും മറ്റുമാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പം രണ്ടുപേരാണ് പ്രധാനമായിട്ട് രണ്ടുപേരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസൽ ഉണ്ട്. രണ്ട് ഹിലർ അബ്ദുള്ള എന്ന് പറയുന്നതുണ്ട്. ഇവിടെ വെച്ച് അതെ, അദ്ദേഹം ദുബായിലുള്ള ഫാസ്റ്റ് ലൈനിന്റെ MD ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചാണോ കൊടുക്കണ്ടേ അതോ വെളിയിലോട്ട് ഇവിടെ വെച്ച് കൊടുത്താൽ മതി? ഫൈസൽക്ക് ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കും എന്താ പറയാ തള്ളായി നിൽക്കാന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്നൊരു പിന്തുണ എന്ന രീതിയിൽ. ഓൾറെഡി അക്കൗണ്ടിലേക്ക് 1,17,000 രൂപ വന്നിട്ടുണ്ട്. ഇത് എന്തെന്നറിയോ, പൈസ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, കൂടെ എല്ലാവരും ഉണ്ട്. അപ്പൊ മോനിലേക്ക് പൈസ മോനെ പോലെ പൈസ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മേനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൊടുക്കുക എണീക്കണോ ഞാൻ എണീക്കും. രണ്ടുപേരും കൂടെ ഒന്ന് എഴുന്നേറ്റാണെങ്കിൽ ഒന്നിനും പകരമാവില്ല. നമ്മളുടെ ഒരു തുടർന്നുള്ള ജീവിതത്തിന് ഒരു അത്രേ ഉള്ളൂ. ഇപ്പൊ മോൻ പോയതിന്റെ ഒരു ദുഃഖം അനുഭവിക്കില്ല, അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. രണ്ട് ആൺമക്കളാണ്. അപ്പൊ എനിക്ക് വിഷമം മനസ്സിലാവും. നമ്മള് ഏത് ഞങ്ങളപ്പോ എന്തിനു വേണമെങ്കിലും നമ്മളെ സപ്പോർട്ട് നമ്മളെ വിളിച്ചിട്ട് ഒരു അച്ഛൻ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അച്ഛനെ അത്ര എന്റെ മനസ്സിനുള്ളിലുണ്ട് പോലെ ഒരാളും ഒരു മക്കളെ കൊണ്ട് എന്റെ മോൻ നടന്നിരിക്കുന്ന അത്രയും സൈലന്റ് അങ്ങനത്തെ ചീത്ത തരത്തിൽ എന്റെ കുട്ടി. ഇനിയിപ്പൊ അതുമല്ല, ഒരാളെ ചീത്ത പറയേ ഒരാളോട് ഇങ്ങോട്ട് മായടിക്കുക അതൊന്നുമില്ല. അന്ന് എവിടെ പോയില്ല, നാട്ടിലോ എവിടെ പെൺകുട്ടിക്കിന് കരയുന്നത്. അപ്പൊ എന്താ മോളെ ചോദിച്ചാൽ ചെറിയ ഒരു 10-28 വയസ്സായി കുട്ടി പറഞ്ഞു, ഏട്ടാ എനിക്ക് എന്തോ സുഖമില്ല, എന്തൊരു വേദന, എന്താ വേണ്ട എനിക്കൊരു പിൽസ് എന്തെങ്കിലും. വേഗം മെഡിക്കൽ ഷോപ്പിൽ പോയി